ചെകുത്താന്റെ പ്രണയം. രചന ആതിര വിഷ്ണു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ആദ്യമായി കാണുന്ന അവളുടെ പൊട്ടിച്ചിരിയിലേക്ക് അങ്ങേയറ്റം സ്നേഹത്തോടെ നോക്കിന്നു പോയിരുന്നു മൂവരും. ഉള്ളു തുറന്നുള്ള ആ ചിരിയിൽ അവൾ അത്രമേൽ സുന്ദരിയായതുപോലെ. ചുമരിൻ ചാരി പതുങ്ങി നിൽക്കുന്ന കുഞ്ഞുമോനെ കാണെ അപ്പു അവന്റെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. മൂന്ന് ഏട്ടന്മാർക്കൊപ്പം തന്നെ നോക്കി നിൽക്കുന്ന സൂര്യയെ കൂടി കാണെ അവൾക്കും വല്ലാത്ത ജാളിയത തോന്നി. ശബ്ദമുയർത്തി ഇതുവരെ ഇങ്ങനെ ചിരിച്ചിട്ടില്ലെന്ന് അവൾക്കറിയാം. ഇത്തിരി വല്ലായ്മയോടെ അവൾ കുഞ്ഞുമോനെ നോക്കി. എന്നാൽ അവന്റെ നിൽപ്പും ഭാവമൊക്കെ വീണ്ടും അവളിൽ ചിരി പൊട്ടിച്ചു. ആദ്യം പരിചയപ്പെട്ടോ അപ്പു? അവളുടെ ചമ്മൽ മാറ്റാനെന്ന പോലെ സ്വാഭാവികമായി ചോദിച്ചുകൊണ്ട് സൂര്യൻ അടുത്തേക്ക് ചെന്നു അപ്പു അവനെ നോക്കി. പരിചയപ്പെട്ടു, ഈ ഇച്ചനെയും പരിചയപ്പെട്ടു. ചുമരും ചാരി നിൽക്കുന്ന കുഞ്ഞുമോനെ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പു പറഞ്ഞതും ഇച്ചനോ എന്ന പോലെ നാലിന്റെയും നോട്ടം വീണ്ടും ഒന്നിച്ച് കുഞ്ഞുമോനിലായി. ഞങ്ങളുടെ നാട്ടിൽ ചേട്ടാന്ന് വിളിക്കുന്നതിന് പോലെ അങ്ങനെയൊക്കെയാ. ചിരിക്കണോ കരയണോ എന്നറിയാൻ നിൽക്കുന്നവനെ നോക്കി രുദ്രനും അജുവും ചിരിച്ചപ്പോൾ സൂര്യ അവനെ സ്വതവേയുള്ള ഗൗരവത്തോടെ നോക്കി. എന്നാലും ആ കണ്ണിൽ അവനോടുള്ള നന്ദിയുണ്ട്. അത്രമേൽ വിലപ്പെട്ട എന്തോ ഒന്ന് സാധ്യമാക്കി തന്നവനോടുള്ള നന്ദി. അൻഷിന്റെ ഭാഗത്തേക്ക് കുഞ്ഞുമോ പിന്നെ നോക്കാനേ നിന്നില്ല. എന്തിനാ വെറുതെ നിന്ന് ദഹിക്കുന്നു? സൂര്യന് പിറകെ ബാക്കി രണ്ടുപേരും കൂടി അകത്തേക്ക് വന്നു. കുഞ്ഞുമോൻ മേലെ പുറത്തേക്ക് നടന്നു. അവളുടെ പ്രൈവസി മാനിച്ചാണ് പോയതെങ്കിലും വാതിൽക്കൽ നിൽക്കുന്ന സോൾജേഴ്സിനെ കടന്ന് മുന്നോട്ട് പോകാൻ ചെക്കനും പേടി തോന്നി. ഈ പിശാചിങ്ങനെ നോക്കുന്ന എന്തിനാണോ എന്തോ? പെങ്ങളെ ഞാൻ വായി നോക്കിയെന്ന് കരുതിയിട്ടാണോ? അൻഷിനെ തട്ടാതെ മുട്ടാതെ ഒതുങ്ങി പുറത്തേക്ക് പോകുമ്പോൾ കുഞ്ഞുമോന്റെ ഉള്ളിലെ ചിന്തകൾ അതുമാത്രമായിരുന്നു. അവനങ്ങ് പോയതും അൻഷു അപ്പുവിന്റെ അടുത്തേക്ക് ചെന്നു. ഇത്തിരിയില്ലാത്ത ചെക്കനോട് നിനക്ക് കുശുമ്പാണോ കാല? വീർത്തു പോയ അൻഷിന്റെ മുഖവും കുഞ്ഞുമോനെ ദഹിപ്പിച്ചുള്ള നോട്ടവും വേറെ ആരും കണ്ടില്ലെങ്കിലും അജു ശ്രദ്ധിച്ചിരുന്നു. അതാണിപ്പോൾ വേറെ ആരും കേൾക്കാതെ ചോദിച്ചത്. നീ നിന്റെ പണി നോക്കണം മോനെ, തൂക്കിയെടുത്ത് ഞാൻ നിലത്തടിക്കും, അത് വേണോ? അൻഷി തിരിച്ചു പല്ലിയടിച്ചതും അജു അറിയാതെ വേണ്ട തലയാട്ടിക്കൊണ്ട് ഇത്തിരി നീങ്ങി നിന്നു. ബാക്കിയുള്ളവർ അപ്പോഴും ഓരോ സംസാരത്തിലാണ്. സൂര്യന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന് അപ്പു അവരുടെ സംസാരമൊക്കെ കേട്ടു. ശരിക്കും ആ സാത്താൻ എന്തിനാണോ എന്തോ എന്നെ നോക്കി പേടിപ്പിച്ച്. ഇനിയിപ്പോ ഞാൻ ആ കുച്ചനെ ലൈനടിക്കാൻ തെറ്റിദ്ധരിച്ചു കാണോ? കിച്ചണിൽ ചെന്ന് എല്ലാവർക്കുമുള്ള ചായ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ കുഞ്ഞുമോൻ കാര്യമായി തന്നെ ആലോചിച്ചു. ചിന്തകൾക്കെല്ലാം ഒടുവിൽ തനിക്കും പുറകിലെ ആരോ നിൽക്കുന്നു എന്ന് തോന്നിയതും അവൻ തെല്ലൊരു ഭയത്തോടെ തിരിഞ്ഞു നോക്കി. അടുക്കള വാതിലിൽ തന്നെ രൂക്ഷമായി തന്നെ നോക്കി നിൽക്കുന്ന സാത്താൻ. അടുത്ത നിമിഷം കഴുത്തിലെ കൊന്തയിൽ അവൻ പിടിമുറുക്കി. ചെക്കന്റെ നിൽപ്പും പ്രവൃത്തിയൊക്കെ കാണെ അൻഷിനെ എവിടുന്നൊക്കെയോ വിറഞ്ഞങ്ങ് കയറി. ആ നിമിഷം തന്നെ മുന്നോട്ട് പാഞ്ഞു വന്ന് അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ചുമരിലേക്ക് ചേർത്ത് ഒരുമിച്ചായിരുന്നു. കർത്താവേ, എന്നതാ സാത്താനെ നീക്ക്? ഞാൻ എന്തോ ചെയ്തിട്ടാ? ആരാണാ പുള്ളി നിന്റെ സാത്താൻ? അവനുള്ള അൻഷിന്റെ പിടിമുറുകുന്നതിനൊപ്പം അൻഷു ഒന്നുകൂടി അവനിലേക്ക് അടുത്തു. അയ്യോ പിടിവിടണേ, ഞാൻ അറിയാണ്ട് വിളിച്ചു പോയതാ സാർ. നീ എന്തിനാടാ അപ്പുവിനെ ചിരിപ്പിച്ച്? ദേഷ്യത്തോടെയുള്ള അവന്റെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാവാതെ കുഞ്ഞുമോൻ അവനെ കണ്ണുവീഴ്ച നോക്കി. പറയണ അലവലാതി, എന്താ നീ അവളോട് പറഞ്ഞേ? ഞാനെന്തു പറയാൻ, ഞാൻ എന്റെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ, അല്ലാതൊന്നും പറഞ്ഞില്ല, സത്യം. അത് കേട്ടാ കൊച്ചു ചിരിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാ കാല? അല്ല സാറേ. നീ ഏട്ടാ. അൻഷു വീണ്ടെന്നോ പറയാനൊരുങ്ങിയതും തൊട്ടുപുറകിൽ നിന്നും പേടിയുള്ള അപ്പുവിന്റെ വിളിയിൽ അവൻ അബദ്ധം പറ്റിയതുപോലെ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. അടുത്ത നിമിഷം കുഞ്ഞുമോന്റെ ഷർട്ടിൽ നിന്നും പിടിയച്ചുകൊണ്ട് അൻഷി തെറ്റ് ചെയ്തവനെ പോലെ തിരിഞ്ഞു നോക്കിയതും മുന്നിൽ നടക്കുന്നതിന്റെ അർത്ഥമൊന്നും മനസ്സിലാവാതെ കണ്ണു നിറച്ച് രണ്ടുപേരെയും നോക്കി നിൽക്കുന്നുണ്ട് അപ്പു. അൻഷ അവളോട് എന്തു പറയും, എങ്ങനെ സമാധാനിപ്പിക്കുമെന്നൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് നിന്നപ്പോൾ തന്നെ ഈ കൊടിയ സാത്താനിൽ നിന്ന് രക്ഷിക്കാൻ വന്ന മാലാഖയായിരുന്നു കുഞ്ഞുമോൻ അപ്പു. ചെക്കൻ സാത്താന്റെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ വെച്ച് തന്നെ ഒരു കൊട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അത്രയും നേരം ഞെട്ടി നിന്നവന്റെ മുഖത്ത് പൊടുന്നതിനെ കഴുത്തുവേദനയും സങ്കടവും ഒക്കെ മിന്നിമാഞ്ഞു. കുഞ്ഞുമോൻ വാവിട്ട് കരഞ്ഞുകൊണ്ട് വിളിച്ചതും അപ്പുവും അത്രയും നേരം തലകുനിച്ചിരിപ്പായിരുന്ന അൻഷു ഞെട്ടി അവനെ നോക്കി. അവന്റെ ഒടുക്കത്തെ അഭിനയം മനസ്സിലാക്കിയ അൻഷ് അപ്പു മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രം മുഷ്ടിയുരുട്ടി പല്ല് അടിച്ചുകൊണ്ട് അവനെ കൊന്നു നിന്നാളുടെ ദേഷ്യത്തോടെ നോക്കി. എന്താ പറ്റിയിച്ച? അപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് അപ്പുവും കുഞ്ഞുമോന്റെ അടുത്തേക്ക് ചെന്നു. അവളുടെ കരച്ചിൽ കണ്ട അലിവും സങ്കടവും അതിലുപരി വാത്സല്യവും തോന്നിയെങ്കിലും അൻഷിനിട്ടൊരു പണി കൊടുക്കണമെന്നൊരൊറ്റ ലക്ഷ്യത്തിൽ അവൻ ഉറച്ചു നിന്നു. എന്റെ കഴുത്തു പോയി കൊച്ച്, ഈ സാത്താൻ എന്റെ കഴുത്തൊടിച്ചു, അയ്യോ. ചെറിയ വേദന പെരിപ്പിച്ചു കൂട്ടി പറയുന്നവനെ കാണെ അൻഷ അവനിട്ടൊന്ന് കൊടുക്കാൻ മുന്നോട്ടാഞ്ഞെങ്കിലും കുഞ്ഞുമോൻ അപ്പുവിനെ കണ്ണു കാണിച്ചു കൊടുത്തും അൻഷു വീണ്ടും അവിടെ തന്നെ നിന്നു. സാരില്ല കേട്ടോ, നമുക്ക് മരുന്ന് വെക്കാം, വലിയേട്ടനോട് പറഞ്ഞ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. അപ്പു അവനെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു. കുഞ്ഞുമോന് ഇനി അവളെ വിഷമിപ്പിക്കാൻ തോന്നിയില്ല. ഏട്ടൻ എന്തിനാ ഈച്ചയെ തല്ലിയത്? പാവില്ല ഈച്ചൻ. അപ്പുമേലെ അൻഷിനെ നോക്കി ചോദിച്ചു. അൻഷി ദയനീയമായി അവളെ നോക്കി. അവളായതുകൊണ്ട് തിരിച്ചൊന്നും പറയാനും വയ്യ. എന്ന് കരുതി ഇല്ലാത്ത വേദന അഭിനയിച്ച് ഫലിപ്പിക്കുന്ന തൊരപ്പനെ അങ്ങനെ വെറുതെ വിടാനും വയ്യ. സോറി അപ്പു, ഏട്ടൻ അറിയാതെ മോളെ ഏട്ടനോട് പിണങ്ങല്ലേ.
ഏട്ടൻ തന്നെ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. ഏട്ടൻ അറിയാതെ ചെയ്തു പോയ തെറ്റിന് അങ്ങനെ ഒരു പ്രായശ്ചിത്തായിക്കോട്ടെ. അപ്പുവിനെ നോക്കി അൻഷ അത്രയും സങ്കടത്തോടെ പറഞ്ഞു. അപ്പുവിന്റെ മുഖമൊന്ന് വിടർന്നു. കുഞ്ഞുമോൻ ഇഞ്ചി കടിച്ച പോലെ അൻഷിനെ നോക്കി. ഏട്ടൻ കൊണ്ടുപോവോ? പിന്നെ ഏട്ടൻ കൊണ്ടുപോവാതെ? ഇതിനുള്ള ചികിത്സ ഏട്ടൻ കൊടുത്തോളാം, മോള് ചെല്ല്. അപ്പുവിന്റെ തലയിൽ മേലെ തലോടി അൻഷു പറഞ്ഞതും അവള് സന്തോഷത്തോടെ കുഞ്ഞുമോനെ നോക്കി. പോയി ഡോക്ടറെ കാണിച്ചിട്ട് വായിച്ചാ അതൊരു ആദ്യമായിട്ട് ഞങ്ങൾ നോക്കാം. എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാമെന്ന കുഞ്ഞുമോൻ അതിനെ അനുവദിക്കാതെ അപ്പു പറഞ്ഞതും അവൻ അൻഷിനെ പേടിയോടെ നോക്കി. കൊല്ലുന്നൊരു ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്നവൻ ശരിക്കും ഒരു സാധാരണ പോലെ കുഞ്ഞുമോനെ തോന്നിച്ചു. കുഞ്ഞുമോനെ അൻഷിനെ ഏൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിയ പെണ്ണിനെ ഇടുപ്പിലൂടെ ചുറ്റിയെടുത്ത് ഭിത്തിയിലേക്ക് ചാരി നിന്ന് സൂര്യൻ. അവനായിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പേടിയൊന്നും കൂടാതെ പിടയാതെ അവൾ അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നു. എന്താ കിളിക്കുഞ്ഞേ ഒച്ച വെക്കാത്തെ? സൂര്യൻ അവിടെ തിളങ്ങുന്ന കണ്ണിലേക്ക് പ്രണയത്തോടെ നോക്കി. എനിക്കറിയാലോ ആദ്യേട്ടനാണെന്ന്. സൂര്യ. അവൾ വീണ്ടും ആദ്യം വിളിച്ചു. അവൻ പൊടുന്നതിനെ തിരുത്തി. അപ്പൊ അബദ്ധം പറ്റിയതുപോലെ അവനെ നോക്കി. ഞാൻ അറിയാതെ വിളിച്ചു പോകുന്നതാ. മെല്ലെ പറയുന്നവളെ പതിയെ ഉയർത്തിക്കൊണ്ട് അവന്റെ കാലിന് മുകളിലേക്ക് കയറ്റി നിർത്തി. സാരമില്ല, ഇനി ശീലായിക്കോളും. എന്നാലും ഈ സൂര്യേട്ടെന്ന് വിളിക്കാൻ ഒരു രസമില്ല. പറയുന്ന അവന് ഇഷ്ടാവില്ല എന്നൊരു പേടിയുണ്ട് അവിടെ മുഖത്ത്. പക്ഷെ ഉള്ളിൽ തോന്നിയത് പറയാതെയും വയ്യ. ഇയാളോട് പറഞ്ഞില്ലെങ്കിൽ വേറെ ആരോടാ എല്ലാം പറയുക? അപ്പു അങ്ങനെ പറഞ്ഞു. അതൊന്നും പ്രതീക്ഷിക്കാതിരുന്നവന്റെ കണ്ണിൽ അതിശയം നിറഞ്ഞുപോയി. ഇവിടെ വന്ന മുതൽ അവൾക്ക് ആകെ ഒരു മാറ്റം. അതിന്റെ കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് അവന് മനസ്സിലായില്ല. ഒരു ചേച്ചിയെ പോലെ, കൂട്ടുകാരിയെ പോലെ, അമ്മയെ പോലെയൊക്കെ ഗൗരി ഓരോന്നും പറഞ്ഞു കൊടുത്തതിന്റെ ഗുണമാണ് പെണ്ണിന്. ചിലതൊക്കെ ഏട്ടന്മാർക്കും ഭർത്താവിനും അപ്പുറം അമ്മമാർ അല്ലെങ്കിൽ ഒരു പെണ്ണ് തന്നെ കൂട്ടുവേണ്ട സമയമുണ്ടാകും. അപ്പുവിന് അതുപോലെ ഒരാൾ ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു സ്നേഹം അടുപ്പമൊക്കെ തോന്നിയത് ഇഷുവിനോടും അന്നുവിനോടും ഗൗരിയോടുമാണ്. പിന്നെ തന്റെ ഭാവിയെ അടുത്തിയെന്നൊരു സ്വാതന്ത്ര്യം കൂടി ഗൗരിയുടെ അടുത്തുള്ളത് കൊണ്ട് അപ്പു എല്ലാം അവളോട് പറഞ്ഞു. പിന്നെ എന്താ എന്റെ കിളിക്കുഞ്ഞ് വിളിക്കാൻ പോകുന്നേ? ആദ്യമായിട്ട് തന്നെ പറ. സൂര്യനൊന്ന് ചിരിച്ചു. സൂര്യ എന്നൊരു പേര് അവൾക്ക് ഒട്ടും വഴങ്ങുന്നില്ലെന്ന് തോന്നി. ഒരു നിമിഷം അവളെ നെഞ്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് അവൻ ഭിത്തിയിലേക്ക് ചാരി നിന്ന് ആലോചിച്ചു. ഒരു പേരുണ്ട്. അമ്മയും ശ്രീയമ്മയും മാത്രം വിളിച്ചിരുന്ന. സൂര്യൻ മുന്നിൽ കാണുന്ന ഭിത്തിയിൽ തറച്ചു വെച്ചിരിക്കുന്ന കുടുംബ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു. അപ്പോൾ അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു. അത് വിളിക്കുവോ? സച്ചുവേട്ടാന്നാ വിളിക്കാറ്. എന്റെ കിളിക്കുഞ്ഞ് എന്നെ സച്ചുവേട്ടാന്ന് വിളിച്ചോ? അവളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് സൂര്യപതിയെ പറഞ്ഞതും അപ്പുവിന്റെ ചുടികൾ പതിയെ വിടർന്നു. വിളിക്കപ്പു. സച്ചുവേ. പതിയെ വിളിച്ചു തുടങ്ങിയതും അവൻ ആ ചുടികൾക്കൊപ്പം അവളുടെ ശബ്ദത്തെ കൂടി കവർന്നെടുത്തു. ഒട്ടും നോവിക്കാതെ പതിയെ താലോലിക്കും പോലെ. അപ്പു പുറത്തേക്ക് പോയതും അൻഷിന്റെ ക്രൂരമായ നോട്ടം വീണ്ടും കുഞ്ഞുമോനിലേക്കായി. ഇരയെ കിട്ടിയ വേട്ടക്കാരനെ പോലെ അവന്റെ കണ്ണുകൾ തിളങ്ങി. കർത്താവേ, ഈ സാത്താന്റെ കയ്യിൽ നിന്ന് എന്നെ കാത്തോണേ. അൻഷ അടുത്തേക്ക് വരുന്നതും അവൻ കഴുത്തിൽ കിടക്കുന്ന കൊന്തയിൽ മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചു. സാറ് എന്നെ ഒന്നും ചെയ്യില്ലേ, ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാ, അല്ലാതൊന്നുമില്ല. ഞാൻ വേണിച്ചെന്ന് കൊച്ചിനോട് സത്യമെല്ലാം പറഞ്ഞോളാം, എന്നാലും എന്നെ ഒന്നും ചെയ്യല്ലേ. രണ്ട് കവിളിലും കൈപൊത്തി പിടിച്ച് കണ്ണുകൾ ഇറുക്കിയടച്ച് നിലവിളിക്കുന്നവനെ കാണെ ഒരു നിമിഷം അൻഷു മുന്നോട്ട് ചലിക്കാൻ കഴിയാതെ നിന്നു. കുറച്ചു നേരം കൊണ്ട് നെഞ്ചിനെ കൊളുത്തി വലിക്കുന്ന എന്തോ ഒന്ന് അതൊന്നുകൂടെ തീവ്രമായി. അവന്റെ ആ ഇരിപ്പും കരച്ചിലും ദേഷ്യത്തിനും അപ്പുറം എന്തോ ഒരു വികാരം തന്നിൽ നിറക്കുന്ന അൻഷുരി ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ഇന്നോളം ആർക്ക് വേണ്ടിയും താളം തെറ്റാതിരുന്ന തന്റെ മിടിപ്പ് ആദ്യമായി ഒരാൾക്ക് വേണ്ടി ദ്രുതഗതിയിൽ മിടിക്കുന്നു. അവന്റെ കരച്ചിലോ യാചനയോ ഒന്നും അൻഷിന്റെ കാതിൽ പതിച്ചില്ല. പ്രതീക്ഷിച്ച് അറ്റാക്കുന്ന സാത്താനിൽ നിന്നുണ്ടാവാതെ വന്നു കുഞ്ഞുമോൻ കരച്ചിലൊക്കെ നിർത്തി മെല്ലെ കണ്ണിച്ചിമ്മി തുറന്നു നോക്കി. കണ്ണിമച്ചിമ്മാതെ തന്നെ നോക്കി നിൽക്കുന്നവനെ ആദ്യം ഒരു പരിങ്ങലോടെയും പിന്നെ ഒരു പതർച്ചയോടെയും നോക്കി. തമ്മിലുള്ള നോട്ടം അകറ്റി മാറ്റാതെ ഏറെ നേരം ഇരുവരുടെയും ഹൃദയം ഇടിക്കുന്ന ശബ്ദം മാത്രം ആ മുറിയിൽ മെല്ലെ മുഴങ്ങി കേട്ടു. തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിലും ശരീരത്തിൽ വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചു. പരസ്പരം നോക്കാൻ കഴിയാത്ത വിധമൊരു വെപ്രാളം ഉള്ളിൽ നിറഞ്ഞതും ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ ദേഷ്യത്തോടെ അൻഷു പുറത്തേക്ക് പാഞ്ഞുപോയി. അത് കാണെയാണ് കുഞ്ഞുമോനൊന്ന് ശ്വാസം വലിച്ചു വിട്ടത്. പിന്നെ എന്തോ ഓർത്ത പോലെ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. സാത്താൻ. ആ ചിരി മായാതെ തന്നെ അവന്റെ അധരങ്ങൾ പതിയെ ആ പേരുരുവിട്ടു. രാത്രി ആഹാരം കഴിക്കാനിരുന്നപ്പോഴും അൻഷു പിന്നെ തീർത്തും മൗനമായിരുന്നു. എല്ലാവരും ഓരോ സംസാരത്തിലായതിനാൽ ആ മൗനം ഒരാളൊഴിച്ച് മറ്റാരും തന്നെ ശ്രദ്ധിച്ചുമില്ല. നീ കഴിക്കുന്നില്ലേ? ആദിക്കുള്ള ഭക്ഷണം കൊടുത്ത ആ പാത്രവുമായി റൂമിലേക്ക് പുറത്തേക്ക് വരുന്നവനെ കാണെ അജു വിളിച്ചു ചോദിച്ചതും അത്രയും നേരം പ്ലേറ്റിൽ തലയിട്ട് കിടന്നവൻ മുഖമുയർത്തി കുഞ്ഞുമോനെ നോക്കി. ആ നിമിഷം അവന്റെ കണ്ണുകളും സാത്താനിൽ തന്നെ ആയിരുന്നു.
അനുഷ നോക്കുന്നതെന്ന് കണ്ടതും ചെക്കൻ വേഗം നോട്ടം വെട്ടിച്ച് മാറ്റി അജുവിനെയും ബാക്കിയുള്ളവരെയും നോക്കി. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. അവരുടെ എല്ലാം ഒപ്പം ഇരിക്കാനുള്ള വല്ലായ്മയോടെ കുഞ്ഞുമോൻ പറഞ്ഞതും അനുഷിന്റെ നോട്ടം കുറച്ചുകൂടി രൂക്ഷമായി. ഇച്ചന് വാ കഴിക്കാം. അപ്പുവും കൂടി സ്നേഹത്തോടെ അവനെ വിളിച്ചതും അവന് പിന്നെ നിഷേധിക്കാനായില്ല. അനുഷിനെതിരെയുള്ള ചെയറിലായി അപ്പുവിനടുത്തായി അവൻ ഇരുന്നു. അപ്പു തന്നെയാണ് അവന് വിളമ്പിക്കൊടുത്തത്. ഗൗരിയും കൂടെയുണ്ട്. പെൺപിള്ളേർക്ക് രണ്ടിനും അവന് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. മോരെയും നോക്കി ബാക്കിയുള്ളവരെല്ലാം കഴിക്കാൻ തുടങ്ങിയതും അനുഷിന് മാത്രം അവനിൽ നിന്ന് നോട്ടം മാറ്റാനായില്ല. എത്രയൊക്കെ വിലക്കിയിട്ടും വീണ്ടും കണ്ണുകൾ അവനിലേക്ക് തന്നെ പാഞ്ഞു പോകുന്നു. അവനും അതറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെക്കൻ മുഖം ഉയർത്തുന്നതേയില്ല. നീ ആ ചെക്കനെ നോക്കി കൊല്ലാടാ, അത് തേച്ചു പോകും. അനുഷിന്റെ തൊട്ടടുത്തിരുന്ന് ചപ്പാത്തി വിട്ട് വിഴുങ്ങുന്നതിനിടയിൽ അജു അനുഷിനിട്ട് ഒരു കൊട്ടുകൊട്ടി. അനുഷ അവനെ നോക്കി പല്ലി അടിച്ചുകൊണ്ട് വീണ്ടും കുഞ്ഞുമോനെ നോക്കി. തണുപ്പിലും വിയർത്ത് ചുവന്ന് ചെക്കനൊരു പരുവമായിട്ടുണ്ട്. തുളുമ്പി വന്നൊരു പുഞ്ചിരി ചുണ്ടിലേക്കെത്താതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് അനുഷും കഴിപ്പ് തുടർന്നു. രാത്രി ദയ വിളിച്ച പ്രകാരം അവളുടെ പേരിൽ തന്നെയുള്ള ഹൈഡൌട്ടിലെത്തിയതാണ് മാധവൻ. അധികം വെളിച്ചമോ ആൾവാസമോ ഇല്ലാത്ത ആ വീടിനെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് അയാൾ ചുണ്ടിലൂറിയ വഷളം പുഞ്ചിരിയോടെ കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അടഞ്ഞു കിടക്കുന്ന വാതിൽ കണ്ടതും കോളിംഗ് ബെല്ലടിക്കാതെ അയാൾ ഫോണെടുത്ത് അവളെ കോൾ ചെയ്തു. ഒരു റിംഗ് ആയപ്പോഴേക്കും കോള് കട്ടാവുന്നതിനൊപ്പം വീടിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അയാളുടെ കണ്ണുകൾ ആർത്തിയോട് അങ്ങോട്ട് പാഞ്ഞു. ബ്ലാക്ക് പ്ലെയിൻ ഷിഫോൺ സാരിയിലും സ്ലീവ്ലെസ് ബ്ലൗസിലും അതിസുന്ദരിയായി നിൽക്കുന്നവളെ കാണെ അയാളുടെ കണ്ണുകൾ കഴുകിനെ പോലെ തിളങ്ങി. മുന്നിൽ നിൽക്കുന്ന തന്റെ സഹോദരിയുടെ മകളാണെന്നോ സ്വന്തം മകളുടെ സ്ഥാനമാണ് അവൾക്കെന്നോ ഒന്നും അയാൾ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. അവളും അയാൾക്ക് വെറുമൊരു ശരീരം മാത്രമായിരുന്നു. ഒരുപാട് മോഹിപ്പിച്ച ആഗ്രഹിച്ച പെൺശരീരം. അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാങ്ങില്ലേ, ആരെങ്കിലും കണ്ട് പ്രശ്നമാവണ്ട. അയാളുടെ നോട്ടത്തിൽ ഉടലിലൊന്നാകെ പുഴ അരിച്ചിറങ്ങും പോലെ തോന്നിയതും ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ അറപ്പും വെറുപ്പുമെല്ലാം അടക്കി നിർത്തിക്കൊണ്ട് വശ്യമായൊരു പുഞ്ചിരി എടുത്തണിഞ്ഞ് ദയ അയാൾ അകത്തേക്ക് ക്ഷണിച്ചു. അവളുടെ സൗന്ദര്യം കണ്ണുകൊണ്ട് കോരിക്കുടിച്ച് അയാൾ വേഗം അകത്തേക്ക് കയറി. ലോകത്തുള്ള സകലമാനത്തിരികളും ദയാ നിമിഷം അയാൾ വിളിച്ചു കാണും. അങ്കിളിരിക്കി, ധൃതി കാണിക്കാതെ, ഒരു ബിയർ എടുത്തിട്ടാമല്ല. ഈ രാത്രി മുഴുവൻ ഞാൻ അങ്കിളുടെ കൂടെയില്ലേ. തനിക്കടുത്തേക്ക് വരാൻ നിൽക്കുന്ന അയാളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പല്ല് കടിച്ച് പൊട്ടിച്ചിട്ടാണെങ്കിലും ഒരുവിധം പറഞ്ഞുകൊണ്ട് ദയ ടേബിൾ റെഡിയാക്കി വെച്ചിരുന്ന ഡ്രിങ്ക്സ് എടുത്ത് അയാൾക്ക് അടുത്തേക്ക് ചെന്നു. അവിടെ ഇട്ടിരുന്ന ദിവാൻ കോട്ടിൽ നിന്ന് അവൾ കൊടുത്ത ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് മാധവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. ദയയും അയാൾക്ക് ചിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊരു നോട്ടം മാധവൻ ഇരിക്കുന്നതിന് പിന്നിലുള്ള റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്കിളിന് ശരിക്കും ഇതുപോലൊരു ആഗ്രഹം എന്നോടുണ്ടെന്ന് ഞാൻ കരുതിയതേയില്ല. മോളെ പോലെയാണെന്നല്ലേ പറച്ചില്. കളിയോടെ പറഞ്ഞുകൊണ്ട് അയാൾ ആ ഗ്ലാസ് കാലിയാക്കുന്നത് നോക്കി ദയായിരുന്നു. എനിക്ക് ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുകളും ഒരുപോലെയാ പെണ്ണേ. മകളെന്നോ പെങ്ങളെന്നോ ഒരു വ്യത്യാസമില്ല. ചിലതൊക്കെ പിടിച്ചടക്കും, മറ്റു ചിലത് നിന്നെ പോലെ വരും.